എന്താണോ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവ് നമ്മിൽ എന്ത് പദ്ധതിയാണോ ഒരുക്കി വച്ചിരിക്കുന്നത്, ആ പദ്ധതി മനസ്സിലാക്കി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് വിളിച്ചറിയിക്കുന്ന ഒരു പുസ്തകമാണ് 2 തെസ്സലോനിക്കർ. പൗലോസ് അപ്പോസ്തലൻ സഭയോട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിലകൊള്ളണമെന്നും കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള സംഭവങ്ങളെ കുറിച്ച്, അതിനു മുന്നേ എന്തൊക്കെ സംഭവിക്കും, അതിനുശേഷം എന്തൊക്കെ സംഭവിക്കും, വിശ്വാസ ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ള വിഷയങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വെളിപ്പാട് ലഭിച്ച ഒരു അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്ന ലേഖനങ്ങളാണ് 1-2 തെസ്സലോനിക്ക ലേഖനങ്ങൾ എന്ന് പറയുന്നത്. യേശു കർത്താവിന്റെ വരവിനെ കുറിച്ചും അതോടനുബന്ധിച്ച് എന്തൊക്കെ സംഭവങ്ങൾ ലോകത്തിൽ നടക്കുമെന്നും വിശ്വാസ ലോകത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വെളിപ്പാട് ലഭിച്ച ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. തന്റെ ലേഖനങ്ങളിലുടനീളം കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയും അതോടനുബന്ധിച്ചുള്ള ഒരുക്കത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. അതിന് തൊട്ടു മുൻപുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ആ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന സംഭവങ്ങൾ, അതിനു മുൻപ് എന്തൊക്കെ ലോകത്തിൽ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തൊട്ടു പോയിരിക്കുകയാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ, അതായത് നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവസന്നിധിയിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായി നിലകൊള്ളുമ്പോൾ ഒത്തിരി പ്രലോഭനങ്ങൾ നമുക്ക് നേരെ വരാം. നമ്മെ തെറ്റിച്ചു കളയുവാൻ, വിശ്വാസത്യാഗം സംഭവിച്ചു പോകാനുള്ള ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ചുറ്റിലും നടക്കാം. ഇന്ന് ഈ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇന്ന് പലപ്പോഴും പലരുടെയും വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെയും വളരെ ശക്തമായി കർത്താവിന് വേണ്ടി നിലകൊണ്ടവർ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ, കർത്താവിന് വേണ്ടിയിട്ട് നിലകൊള്ളാമെന്ന ഡിസിഷനൊക്കെയും എടുത്ത് നിന്നവർ, ഇന്ന് പലരും അത്തരത്തിലുള്ള ഡിസിഷൻസ് എടുത്ത പലർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ വണ്ണം അവരറിഞ്ഞ വിശ്വാസത്തിൽ നിന്ന്, അവർ കരസ്ഥമാക്കിയ രക്ഷയിൽ നിന്ന് പുറകിലേക്ക് വലിയുകയാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം നാം ഇവിടെ വായിച്ചു നോക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് അതിനു മുൻപ് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ അതൊക്കെ നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അതായത് അധർമ്മമൂർത്തി ദേവാലയത്തിൽ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ഭാഗം ഈ 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും. ഇന്ന് പല സഭകളിലും അതാണ് നടക്കുന്നത്. പലപ്പോഴും കർത്താവ് നൽകിയ കൽപ്പനകളെ പ്രമാണിക്കാതെ വണ്ണം, കർത്താവ് നൽകിയ ആ ഒരു വേലയെ അതിനനുസരിച്ച് വിശ്വസ്തയോടെ ചെയ്യുവാൻ കഴിയാതെ വണ്ണം ഇന്നത്തെ വിശ്വാസ ലോകം പോലും താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്താണോ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവ് നമ്മിൽ എന്ത് പദ്ധതിയാണോ ഒരുക്കി വച്ചിരിക്കുന്നത്, ആ പദ്ധതി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകുവാൻ, നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം എന്നുള്ളതാണ്. ശത്രുവിന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ കഴിയണം. ഇന്ന് ലോകത്തിൽ പല സംഭവങ്ങളും വിളിച്ചറിയിക്കുന്നത് കർത്താവിന്റെ വരവിനെയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് വളരെ ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ, വളരെ വിശ്വസ്തയോടെ, ഒരുക്കത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് വേർപാട് അനുഷ്ഠിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കണം എന്നുള്ളത് ഒരു ക്രിസ്തീയ ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. എന്നാൽ പലപ്പോഴും ദൈവം നൽകിയിരിക്കുന്ന ആ ന്യായപ്രമാണങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ പ്രമാണിച്ച് അല്ലെങ്കിൽ അത് അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ശത്രു അതിന് സമ്മതിക്കുന്നില്ല എന്നതാണ്. ദൈവസന്നിധിയിൽ അനുസരണയോടെ ഇരിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ദൈവം നൽകിയ കൽപ്പനകളെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ പലപ്പോഴും ക്രിസ്തീയ വിശ്വാസി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കഴിയാതെ പോകുന്നുണ്ട്.
ഇതിന് കാരണമെന്ന് പറയുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ശത്രുവിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വരവിൽ നാം ആരും എടുക്കപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ ആ നിത്യജീവൻ നാം കരസ്ഥമാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകൾ നമുക്ക് അനുസരിക്കുവാൻ കഴിയാതെ വണ്ണമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ശത്രു കൊണ്ടിടുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ കുറയുമ്പോൾ, വചനധ്യാനം കുറയുമ്പോൾ, ദൈവത്തിലുള്ള ആശ്രയം നമ്മിൽ കുറയുമ്പോഴൊക്കെയും ദൈവത്തിൽ നിന്ന് അകന്ന് ശത്രു നമ്മിൽ എന്ത് പദ്ധതിയാണോ ഒരുക്കിയിരിക്കുന്നത് അതിനനുസരിച്ച് ചുവടുകൾ എടുത്തു വെക്കും. എന്നാൽ ഈ ദിവസങ്ങളിൽ സാത്താൻ, പിശാച് എന്താണോ അവന്റെ പദ്ധതി അത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നിത്യജീവൻ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നിത്യജീവൻ ലഭിക്കരുത്, അല്ലെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിന് ഓഹരിക്കാരനാകരുത് എന്നതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. പിശാചിന്റെ ആ തന്ത്രത്തെ, ആ പദ്ധതിയെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം വളരെയധികം ബുദ്ധിയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ കർത്താവിനെ മാത്രം ആശ്രയിച്ച് കർത്താവിനെ മുറുകെ പിടിച്ച് പ്രത്യാശയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് കഴിയണം. ഈ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ സഭയോട് വിളിച്ചറിയിക്കുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ, മറ്റുള്ളവരെ കൂടി നമുക്ക് ഒരുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.